പെരുന്നാളൊക്കെയല്ലേ, ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്നൊരു ഈസി ചിക്കൻ ബിരിയാണി ആയാലോ? പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സവാള വറുത്ത് കോരി എടുക്കാം. ഇനി കാഷ്യും കൂടി വറുത്ത് കോരാം. ഇനി സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. വറുത്ത് വെച്ച സവാള കൂടി അല്പം ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി കുതിർത്തിയ ജീരകശാല റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതിയാകും. ഇനി ഉപ്പും കൂടി ചേർത്ത് തിള വരുമ്പോൾ അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്താൽ റൈസ് റെഡി. ഇനി മസാല റെഡിയാക്കാം. പാനിലേക്ക് ഓയിലും നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഇനി പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി സവാളയും ചേർത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി തക്കാളിയും ചേർത്ത് വഴറ്റി ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയും ചേർത്ത് തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി മൂടിയൊക്കെ തുറന്ന് ലൈം ജ്യൂസും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്താൽ മസാലയും റെഡി. ഇനി ദം ഇട്ട് കൊടുക്കാം. മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത സവാളയും കാഷ്യും പാലിൽ മഞ്ഞൾ ചേർത്ത മിക്സും ചേർത്ത് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ റിപ്പീറ്റായി ഒരു ലെയറും കൂടി ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി റെഡി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.